മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ കൊട്ടാരക്കര കോടതിയിൽ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ കൊടുത്ത മൊഴികൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുക. അതില് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മൊഴിയാണ് ഇന്നലെ പുറത്തു വന്നത്. ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമായിരുന്നല്ലോ. ആ സമയത്താണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ സോളാർ കേസും ആയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഉണ്ടാകുന്നത് അക്കാലത്താണല്ലോ. ആ സമയത്ത് ഒരു ചിത്രം, ഗണേഷ് കുമാറിന് അടികൊണ്ട ഒരു ചിത്രം അന്ന് മാധ്യമങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. എല്ലാ മാധ്യമങ്ങളും അന്ന് വളരെ കൊട്ടിഘോഷിച്ച ഒരു ചിത്രമായിരുന്നു അത്. അത് അന്നത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് ഇപ്പോഴത്തെ മുൻ ഭാര്യ, അവര് അദ്ദേഹത്തെ അടിച്ചു ആക്രമിച്ചു, അതിന്റെ ചിത്രമാണ്, അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ പാട് വീണ ചിത്രമാണ് എന്നാണ് അന്നൊക്കെ ജനം കരുതിയിരുന്നതും പുറത്തു വന്ന പ്രചാരണങ്ങളും വാർത്തകളും ഒക്കെ ആ രീതിയിലായിരുന്നു. പക്ഷെ അന്ന് പലരും പറഞ്ഞു, അറിയാവുന്ന പലരും പറഞ്ഞു, അതല്ല, ഇത് വേറെ ആരോ അടിച്ചതാണെന്ന്. അതിൽ പ്രധാനം ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തെ മന്ത്രി വസതിയിലെത്തി, മന്ത്രി താമസിച്ചിരുന്ന ഔദ്യോഗിക വസതിയിലെത്തി ആക്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് പിന്നാലെ പുറത്തു വന്നത്. അതാണ് ഇപ്പോഴും പലരും വിശ്വസിച്ചിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണനാണ് കെ ബി ഗണേഷ് കുമാറിനെ മർദ്ദിച്ചത്. ബിജു രാധാകൃഷ്ണന്റെ കാലെ പിടിച്ച് മാപ്പ് പറഞ്ഞു. അവിടെ ബിജു രാധാകൃഷ്ണനുമായിട്ടാണ് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായതെന്നാണ് ഇപ്പോഴും പലരുടെയും വിശ്വാസം. പക്ഷെ അന്നേ ചിലരൊക്കെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ചില ആളുകളും പറഞ്ഞിരുന്നു, ബിജു രാധാകൃഷ്ണൻ അല്ല വന്ന് മർദ്ദിച്ചതെന്ന്, അത് വേറൊരാളാണ്. ആ വേറൊരാളിനെ കുറിച്ച് ആർക്കും അറിയില്ല, പക്ഷെ അറിയാവുന്നവര് ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കെല്ലാം അറിയാം, ഇത് ബിജു രാധാകൃഷ്ണൻ അല്ല അദ്ദേഹത്തെ മർദ്ദിച്ചത്, മുൻ ഭാര്യയല്ല മർദ്ദിച്ചത് എന്നൊക്കെ വളരെ വ്യക്തമായി മർദ്ദിച്ച ആളിനെയും ആ സംഭവങ്ങളും വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ അതൊന്നും മാധ്യമങ്ങളിൽ വന്നില്ല. മാധ്യമങ്ങളിൽ വരാൻ കൊള്ളാത്ത വാർത്തകളാണ് അതൊക്കെ. അതൊക്കെ പഴയ വല്ല മാധ്യമങ്ങളും, നമുക്കറിയാം ഇക്ലി മാധ്യമങ്ങളും വല്ല ഉണ്ടെങ്കിൽ അതിൽ വരുന്ന വാർത്തകളാണ് അതൊക്കെ. ആ ഒരു സൂചനയാണ് ഇന്നലെ സുധീർ മലയിൽ കൊടുത്ത മൊഴി രൂപേണ പുറത്തു വന്നിരിക്കുന്നത്. കോടതിയിൽ കൊടുത്ത മൊഴി രൂപേണ പുറത്തു വന്നിരിക്കുന്നത്. സുധീർ മലയിൽ പറഞ്ഞ വളരെ ശരിയാ. അത് ബിജു രാധാകൃഷ്ണൻ അല്ല അദ്ദേഹത്തെ അടിച്ചത്, മുൻ ഭാര്യയെ അല്ല അദ്ദേഹത്തെ അടിച്ചത്. പിന്നെ ആരാ അടിച്ചത്? അത് അദ്ദേഹത്തിന്റെ മകനോടൊപ്പം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പിതാവാണ്. അന്ന് ഈ സൂചന പുറത്ത് വന്നിരുന്നു, പക്ഷെ അധികം ആരും ശ്രദ്ധിച്ചില്ല. അത് ആളുകളൊക്കെ വിചാരിച്ചു സോളാർ കേസിലെ വിവാദ നായികയുടെ മകനാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അല്ല. അദ്ദേഹത്തിന്റെ മകനോടൊപ്പം അതേ സ്കൂളിൽ പഠിക്കുന്ന മകന്റെ സുഹൃത്തായ കുട്ടിയുടെ പിതാവാണ് ഇദ്ദേഹത്തെ വന്ന് മർദ്ദിച്ചത്. അദ്ദേഹത്തിന്റെ കാലിൽ വീണാണ് മാപ്പ് പറഞ്ഞതും മറ്റുള്ള സംഭവങ്ങളൊക്കെ. അത് ഞാൻ ആ സംഭവത്തിലേക്ക് കടക്കുന്നില്ല, കാരണം ഇത് കോടതിയിലിരിക്കുന്ന ഒരു കേസായതിനാൽ അതിലേക്ക് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ബിജു രാധാകൃഷ്ണൻ അല്ല അദ്ദേഹത്തെ മർദ്ദിച്ചത്. ആ ഫോട്ടോയല്ല പുറത്തു വന്നത്. പുറത്തു വന്ന ചിത്രം അത് മറ്റൊരാൾ മർദ്ദിച്ചതാണ്. ഔദ്യോഗിക വസതിയിൽ കയറി അറഞ്ചം പുറഞ്ചം കൈകാര്യം ചെയ്തു. അത് വിദേശത്ത് ഉള്ള ഒരു പ്രവാസിയാണ്, അങ്ങനെയും കൂടെ വേണമെങ്കിൽ പറയാം. വിദേശത്തുള്ള ഒരു പ്രവാസിയാണ്. അറഞ്ചം പുറഞ്ചം അടിച്ചു. ആ അടിച്ചതിന്റെ കാരണങ്ങളൊക്കെ പറയണമെങ്കിൽ അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കാരണങ്ങളൊക്കെ അറിയാം.
വളരെ വ്യക്തമായിട്ട് അറിയാം, അതിന് തെളിവ് സഹിതം അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയായി പറയുന്നത്, വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അതിപ്പോൾ അത് പുറത്തു പറയാൻ പറ്റില്ല. ആണ് ഈ കേസുകളും ഒക്കെ കിടക്കുന്നത് കൊണ്ട്, കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ചൊരു അഭിപ്രായം ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, ബിജു രാധാകൃഷ്ണൻ അല്ല, അല്ലെങ്കിൽ മുൻ ഭാര്യ അല്ല അദ്ദേഹത്തെ മർദ്ദിച്ചത്, മറ്റൊരാളാണ്. ഈ ആളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ വന്നാൽ, അനുഭവങ്ങളൊക്കെ വന്നാൽ ആരായാലും മുൻപും പിൻപും നോക്കത്തില്ല. ഇനി മന്ത്രിയല്ല, തന്ത്രിയല്ല, ഇനി ആരായാലും ശരി തന്നെ കൈകാര്യം ചെയ്തിരിക്കും, കൈകാര്യം ചെയ്യും. കാര്യം മനുഷ്യനാണ്. അവന്റെ ജീവിതത്തെ തൊട്ട് കളിച്ചാൽ അവന് പിന്നെ മുൻപും പിൻപും നോക്കാൻ പറ്റുമോ? അവനുമില്ലേ ജീവിതം, കുടുംബം, ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ അവനുമില്ലേ? അപ്പോൾ ആ കുടുംബത്തിൽ കയറി കളിച്ചാൽ ഉറപ്പായിട്ടും അവൻ മുൻപും പിൻപും നോക്കില്ല. തെളിവ് സഹിതമാണ് അന്ന് മന്ത്രിയുടെ മുന്നിൽ വന്ന് പറയുകയും ചോദ്യം ചെയ്യുകയും പിന്നീട് അറിഞ്ഞം പുറഞ്ഞം പെരുമാറുകയും ചെയ്തത്. അപ്പൊ ഞാനിപ്പം ഇത്രയും പറഞ്ഞത്, ഇന്നലെ സുധീർ മലയിൽ കൊടുത്ത മൊഴി പുറത്തു വന്നു, അതിൻ്റെ ഒരു സൂചന പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.